കറണ്ട് പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടാകുന്ന നോക്കുമ്പോൾ അവിടെ ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനം. അല്ലെങ്കിൽ അവരുടെ ഭാര്യയായിട്ട് കടി ഉണ്ടാക്കിയിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളെ വീഡിയോ. എന്റെ അമ്മ എന്നെ വഴക്ക് പറയുന്നത്. പുള്ളി 10-40 വയസ്സുണ്ടേ. ഞാൻ ഇപ്പോഴും 2015 പെൻസിൽ ഫിറ്റ് അടിച്ചിട്ടുണ്ടോ ചേട്ടയുടെ ബാഗ് ചെയ്യാൻ. ഇവിടെ അത് നീ ആയിരുന്നു. ആ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിലെ പയ്യന്മാര് തെറിവിടിയാണ് എന്നൊക്കെ പറയാൻ കമന്റ് ചെയ്തു. അപ്പുറത്തെ രാമനാഥനായിട്ട് ശൃംഗാരം അത് കണ്ട് പിടിച്ചതിന് ശേഷമുള്ള അവൾ അഭിനയം നമുക്ക് അറിഞ്ഞൂടെ. ഇതൊക്കെ ആൺപിള്ളേരെ കല്യാണം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വിടല്ലേ പറയണ ചില സാധനങ്ങളൊന്നും എനിക്ക് പിടിക്കൂല. ഞാൻ വഴക്കുണ്ടാക്കും. നട്ടുച്ചയ്ക്ക് 3 മണിക്ക് വൈറ്റമിൻ ഡി. പിന്നെ പുട്ടുണ്ടോ? ഇവ ഇരുന്നോണ്ട് മെനു പറയണു വീട്ടിൽ. എന്നെ കാണാൻ വിജയം കണക്കുണ്ടല്ലേ. കഴക്കൂട്ടം വിജയ്. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഗസ്റ്റ് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടാവില്ല. കാരണം നമ്മൾ ഫോൺ എടുത്താൽ ഇവരുടെ റീലായിരിക്കും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഇവരെ കണ്ടു നമ്മളൊന്ന് ചിരിക്കും, പിന്നീട് നമ്മളൊന്ന് ചിന്തിക്കും, അയ്യോ ഇവരെന്ത് ഇത് പക്ക ഒരു നമ്മുടെ ഒരു ട്രിവാൻഡ്രം സ്ലാങ്ങിൽ മാത്രം വന്നൊരു ഫേമസ് ആയ 2 കപ്പിളാണ് നമ്മുടെ കൂടെ ഉള്ളത്. വേറെ ആരുമല്ല, ആദർശ് ആൻഡ് വർഷ. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇപ്പൊ നിലവില്? നന്നായിട്ട് പോകുന്നു. കല്യാണത്തിന് ശേഷം ഇപ്പൊ 1 വർഷം ആവാറല്ലേ കല്യാണം കഴിഞ്ഞിട്ട്? 7-8 മാസമായി. 8 മാസമായി. കല്യാണ വിശേഷങ്ങൾ ഭയങ്കര ചർച്ചയായിരുന്നു നിങ്ങളുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയ മൊത്തം നിങ്ങളെ ചർച്ചയായിരുന്നു. കാരണം ഈ ഫോട്ടോഷൂട്ടിന്റെ 4 തരത്തിലുള്ള ഫോട്ടോഷൂട്ടും ഒരാഴ്ച നീളുന്ന കല്യാണം. അപ്പൊ കല്യാണ വിശേഷങ്ങൾ ഒന്നും കൂടെ ഓർത്തിട്ട് പറയാമോ? പറഞ്ഞു. എന്നാലും കപ്പിൾ ഡ്രസ്സിലൊക്കെ വന്നിരിക്കില്ല, എന്നാലും പറഞ്ഞു. കല്യാണത്തിൻ്റെ വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം നല്ല ഭംഗിയായിട്ട് നടത്തണം എന്നുള്ളത്. ഞങ്ങളുടെ ഫാമിലിയിലെ ആദ്യത്തെ ഇത്രയും നല്ല രീതിയിലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് നടത്തണമെന്നുണ്ടായിരുന്നു. ചെയ്തു വന്നപ്പോൾ ഒരാഴ്ച പോയി. അതായത് ശരിക്കും എനിക്ക് സേവ് ദി ഡേറ്റ് 3 നാളെണ്ണം വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ലോകയിൽ ആ സമയത്ത് ലോക ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ ലോക കോൺസെപ്റ്റിൽ ആദ്യത്തെ സേവ് ദി ഡേറ്റ് ഇറക്കി. പിന്നെ ട്രഡീഷണൽ, പിന്നെ വിന്റേജ്, ബീച്ച് അങ്ങനെ ഇറക്കി പോയി. പിന്നെ ഹൽദി ഭയങ്കര കുറച്ചും കൂടി ഇൻഫ്ലുവൻസ് കൂടുതൽ വന്നത് നിങ്ങളുടെ കല്യാണത്തിനായിരിക്കും അല്ലേ? കാരണം നമ്മൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ഇൻസ്റ്റ നോക്കുമ്പോൾ നിങ്ങളുടെ കല്യാണമായിരുന്നു ഹൈലൈറ്റ്. വേറെ റീൽസിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കല്യാണമായിരുന്നു. ഈ ഫോട്ടോഷൂട്ടും ഹൽദിയും കല്യാണവും അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഇൻഫ്ലുവൻസ് കൂടുതൽ വന്ന ഒരു കല്യാണം നിങ്ങളുടെ ആയിരിക്കുമോ ആ സമയത്ത്? അറിഞ്ഞൂടാ. ഞങ്ങൾ വിളിച്ച ഏകദേശം ഒരു 90-95% ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം വേറെ ക്രിയേറ്റ് സെലക്ട് ചെയ്യേണ്ട കല്യാണം. അപ്പൊ അതിനും ഇതുപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കല്യാണം പ്രണയ വിവാഹമായിരുന്നു. അതെ, ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻഗേജ്മെന്റ് അല്ല, പെണ്ണ് കാണാൻ പോണ വീഡിയോയിൽ പറഞ്ഞു 10 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും പെണ്ണ് കാണാൻ പോവാണെന്നുള്ളത്. അപ്പൊ 10 വർഷത്തെ പ്രണയം എവിടെ തൊട്ടായിരുന്നു? പഠിക്കുന്ന കാലത്താണോ അതോ കോളേജ്? സ്കൂളാണ്. ഓക്കെ. എങ്ങനെയായിരുന്നു ആ ഒരു മെമ്മറീസ് ഒക്കെ? എങ്ങനെയായിരുന്നു? നമ്മള് സ്കൂളിൽ മറ്റേ ഒരു പാട്ട് പാടുന്ന ടീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സ്കൂളിൽ പ്രെയർ ടീമിൽ ജോയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ അവിടെ തന്നെ ഒരു മ്യൂസിക് സാറുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇങ്ങനെ കലോത്സവത്തിന് പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് സെൻറ്റ് മേരീസിൻ്റെ ബിഹാഫിൽ. അപ്പോൾ അതിലൊരു ടീമിൽ പാടാൻ വേണ്ടി ഫീമെയിൽ വോയിസ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ലൈബ്രറിയിലോട്ട് ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞു. ഉച്ചയ്ക്ക് ചെന്നപ്പോൾ എനിക്ക് ആശാനെ മുന്നേ അറിയാം. അവിടെ പാട്ട് പാടി സ്കൂളിലൊക്കെ സീനിയറല്ല, എപ്പോഴും സ്റ്റേജിൽ കയറി പാട്ട് പാടും. അങ്ങനെ കണ്ടറിയാം. അപ്പൊ നോക്കുമ്പോഴത്തേനും ആശാനിരുന്ന ഗിറ്റാറൊക്കെ അറിഞ്ഞിടാത്ത ഗിറ്റാറൊക്കെ വായിക്കുന്നു. ഭയങ്കര ജാടയായിരുന്നു. അങ്ങനെ സംസാരിച്ച് പിന്നെ ഞങ്ങള് അപ്പോഴേ പുള്ളിക്ക് വേറെ ലൈനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കലോത്സവം കഴിഞ്ഞിട്ട് ഫേസ്ബുക്ക് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോഴത്തേനും കുറേ പേർക്ക് നമ്മൾ സജഷൻ വരത്തില്ല. അപ്പൊ ആദ്യം മേള് കിടക്കുന്ന കുറേ പെൺപിള്ളേരുടെ മ്യൂസിക് ലിസ്റ്റ് കിടക്കുന്ന ആദർശയുടെ ഞാൻ പിന്നെ അറിയാവുന്നതുകൊണ്ട് റിക്വസ്റ്റ് അയച്ച് അങ്ങനെ സംസാരിച്ച് അങ്ങനെ കമ്പനിയെ ഇഷ്ടത്തിനായി. അത്രയും ഇതാണല്ലോ സ്റ്റോറി. ആരെ പ്രപ്പോസ് ചെയ്ത ആരപ്പോ? ഞാൻ തന്നെയാണ്. അതെ. എന്നിട്ട് പ്രപ്പോസ് ചെയ്തപ്പോ ഓക്കെ പറഞ്ഞൊരു മറുപടി പ്രതീക്ഷിച്ചിരുന്നോ? എന്ന് വെച്ചാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇവള് പറഞ്ഞില്ലേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് റിലേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ അതിന് ശേഷമാണ് പിന്നെ സോഷ്യൽ മീഡിയ. നമ്മൾ 10ാം ക്ലാസ് കഴിയുമ്പോഴാണല്ലോ പൊതുവെ എല്ലാവരും സോഷ്യൽ മീഡിയ എടുത്തു തുടങ്ങുന്നത് ആ കാലത്ത്. അപ്പം 2015 അപ്പോഴിത് കണക്ക് ആ സമയത്ത് നോക്കിയപ്പം ഇവള് റിക്വസ്റ്റ് അയച്ച് പിന്നെ നമ്മൾ ഗ്രാജുവലി ചാറ്റ് ചെയ്യുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അന്ന് ആ പ്രോഗ്രാം കലോത്സവത്തിനൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെ സംഭവങ്ങൾ ഇങ്ങനെ ഗ്രാജുവലി സംസാരിച്ച് അങ്ങനെ നോക്കിയപ്പോ കൊള്ളാം, വൈബ് കൊള്ളാം. സംസാരിച്ച് ഉള്ളൊരു വൈബ് കൊള്ളാൻ തോന്നി. അതെ, അങ്ങനെ കേറി അന്ന് പറ്റിയതാണ്. അല്ല
അന്നൊരു അബദ്ധം പറ്റി തോന്നിയ പിന്നീട്? ഏയ് വലിയ കുഴപ്പമില്ല, ഇതുവരെ കുഴപ്പമില്ല. ഇന്നുവരെ ഞാൻ സേഫാണ്. ഇന്ന് ഇന്റർവ്യൂ വരെ ഞാൻ സേഫാണ്. ഇതിന് ശേഷം എന്താവുന്ന എനിക്ക് അറിയൂല. അപ്പൊ ഇനിയിപ്പോ എപ്പോഴാ കല്യാണം? 1 year ആവാറായില്ലേ? എപ്പോഴാ? November 23. നിങ്ങൾക്ക് സ്പെഷ്യൽ ആയ പോലെ എനിക്കും അത് സ്പെഷ്യലാണ്. November 23. എന്റെ പിറന്നാൾ November 23 എന്റെ പിറന്നാൾ November 23. ചരിത്ര ദിവസം അങ്ങനെ അതെ, ചരിത്ര ദിവസമാണത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ വേറൊരു ഭയങ്കര ഒരു കമ്പനി ആയിട്ടുള്ള കൂട്ടാണ് പൂർണിമ. ഈ തിരുവനന്തപുരം ഭാഷ പക്കയായിട്ട് പറയുന്ന ഒരാള്. നിങ്ങൾ പൂർണിമയായിട്ട് എങ്ങനെയാ? നിങ്ങൾ അങ്ങനെ സ്കൂൾ ഫ്രണ്ട്സ് ആണോ അതോ? പൂർണിമ ഞങ്ങളെക്കാളും ചെറുതാണോ? കുഞ്ഞാണ്. അവക്ക് ശരിക്കും നമ്മൾ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. എന്ന് വെച്ചാൽ പൂർണിമേനെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കളഞ്ഞു കിട്ടിയതാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. കണ്ടന്റ് ചെയ്ത് വന്നപ്പം വേറൊരു ടീമായിട്ട് പൂർണിമ കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ വേറെ ടീമായിട്ടായിരുന്നു. അപ്പം ഗ്രാജുവലി ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ കുറച്ച് ജോലി കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും അതൊക്കെ മാറി. അങ്ങനെ പൂർണിമ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് അവിടെ 1-2 കാര്യങ്ങൾ കാരണം, മീൻസ് അവർക്കും തിരക്കുകൾ കാരണം അതും അങ്ങ് മാറി എന്ന സമയത്താണ് ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് നടന്ന ചരിത്രം. പിന്നെ പൂർണിമയുടെ ഞങ്ങൾക്ക് ആ സ്ലാങ് കിട്ടി. എനിക്ക് ഓൾറെഡി ഇടുക്കി, എന്റെ അമ്മൂമ്മ ഇവരെല്ലാവരും ഇടുക്കിക്കാരാണ്. അല്ല, അങ്ങനെയല്ല. ഞാൻ ജനിച്ച അങ്ങനെയാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും അമ്മൂമ്മയൊക്കെ ഇടുക്കിക്കാരായതുകൊണ്ട് ഒരു മിക്സഡ് സ്ലാങ് ആയിരുന്നു. ഇവള് വന്ന് കയറി എന്റെ സ്ലാങ് മാറി. അത് ആര് സംസാരിച്ചാലും പക്കാ വീഡിയോ റീച്ച് ആവാൻ ഒന്നുകൂടെ കാരണം തോന്നുന്നു ആ ഒരു സ്ലാങ് ആണ്. അങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ വിളിച്ചിട്ട് ചേട്ടാ ഞാനേ നാളെ ഷൂട്ടിന് കാണൂല. ഞാൻ ചെന്ത് വാഗമണ്ണിൽ ഒരു സ്ട്രേഞ്ചർ ട്രിപ്പ് ഉണ്ട്, ഞാൻ പോവേണ്. ഞാൻ ചാര കൂടെ അത് അറിഞ്ഞൂടാതെ ഞാൻ സ്ട്രേഞ്ചർ ട്രിപ്പിന് പോകണം എന്തൊക്കെ പറയണോ അതോ. അങ്ങനെ വാഗമണ്ണി പോയൊക്കെയാണ്. തിരിച്ചു അവിടെ എന്തൊക്കെ കാണിച്ചു വെച്ചിട്ട് വരുമെന്ന് ചേട്ടനെ 2 ദിവസം വീട്ടിൽ ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങൾ പക്ഷെ നിങ്ങൾ 3 നല്ലൊരു കോംബോ ആയിരുന്നു. പക്ഷെ കുറച്ചും കൂടെ ആദ്യം തൊട്ട് നിങ്ങൾ വീഡിയോ ചെയ്തോന്ന് പൂർണിമയുടെ കൂടെ ആയിരിക്കും തോന്നുന്നു ആദർശ അല്ലേ? കുറച്ചും കൂടെ നമ്മൾ കണ്ടിരുന്നൊക്കെ പിന്നീടാണ് വർഷ വരാൻ തുടങ്ങിയത്. ആ ഒരു കോംബോ നിങ്ങൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂലും പറഞ്ഞു കേട്ടു നിങ്ങൾ കപ്പിളാണോ കല്യാണം കഴിച്ചോ അങ്ങനെ ആ കമന്റ്സ് ഒക്കെ വന്നിരുന്നു. അപ്പൊ അതിനുള്ള മറുപടി ആയിട്ട് എന്തൊക്കെയാണ്? അപ്പൊ പെങ്ങളായിരുന്നോ? പിന്നെ എനിക്ക് അന്നും പൂർണിമ പെങ്ങളെ തന്നെയാണ്. എനിക്ക് എന്റെ സ്വന്തം പെങ്ങളെ പോലെ നമ്മൾ വിചാരിച്ചു ഫുള്ള് തേപ്പായിരുന്നല്ലോ. ആ വീഡിയോസിൽ മൊത്തം തേപ്പായിരുന്നല്ലോ. അപ്പൊ പൂർണിമയുടെ ആ ഒരു കണക്ഷൻ നിങ്ങൾ പക്ഷെ നല്ല കെമിസ്ട്രി ആട്ടോ. പൂർണിമയായിട്ട് നല്ലൊരു കെമിസ്ട്രി തന്നെയാണ്. പാവണവള് നല്ല രസമാണ്. നമുക്ക് സമയം പോകും. വന്നിരുന്ന് രാവിലെ വന്ന വൈകിട്ട് പോകണമെന്ന് അറിയൂല. രാവിലെ വന്നിരുന്നിട്ട് അന്നത്തെ തലേ ദിവസവും അന്നും പിടിച്ച വള്ളിയുടെ കഥ കേൾക്കും. നമ്മളിരുന്ന് ഭയങ്കര വീഡിയോ എടുക്കണ പോലെ തന്നെ നമ്മൾ നുണയുമ്പോഴേക്ക് ഇരുന്ന് പറയും. നല്ല രസമാണ്. ആ ഒരു സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാനും പൂർണിമയും തമ്മിൽ അതിനാണെന്ന്. പക്ഷെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഞാനും പൂർണിമയും തമ്മിൽ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുന്നവളാണ്. ഞാൻ ബാക്കിലായിരുന്നു, പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെ പണ്ട് ഒരു ട്രിവാൻഡ്രത്ത് ലുലുമള്ള തോന്നുന്നു ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അല്ലേ? പാടിയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു. ഓർമ്മയുണ്ടോ? അല്ലേ? അതെന്തായിരുന്നു അത്? നിങ്ങൾ രണ്ടുപേരും കൂടെ ഡ്യുവറ്റ് ആയിരുന്നു. ഡ്യുവറ്റ് വിത്ത് വർഷ. ഞങ്ങള് സതീഷ് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ സാറുണ്ട്, ദേവരാ മാഷിന്റെ ശിഷ്യനാണ്. സാറാണ് ഞങ്ങളെ മ്യൂസിക്. ഞങ്ങൾ ഇപ്പോഴും പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഏകദേശം 10-11 കൊല്ലമായി. അപ്പം സാറിൻ്റെ അടുത്താണ് പാട്ട് പഠിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് സാർ ഒരു പ്രോഗ്രാം പോലെ ഇങ്ങനെ വന്നപ്പം ദേവരായത്തിലോട്ട് വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി ചെയ്തതാണ്. എങ്ങനെയോ അത് ഞങ്ങൾ ഈ കല്യാണം ഇതിന്റെ ഒന്നും ഒരു സംഭവമില്ല, ആർക്കും അറിഞ്ഞൂടായിരുന്നു. രഹസ്യമായിട്ട് ഞങ്ങൾ പ്രേമിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് എങ്ങനെയോ റാൻഡം ആയിട്ട് സാറിന് ഭയങ്കര പേടിയാണ് ഇപ്പോഴും. അപ്പം സാർ അറിയാം വഴക്ക് പറയാന്നൊക്കെ വിചാരിച്ച് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ഞങ്ങൾ ആദ്യം പറഞ്ഞതും സാറിന്റെ അടുത്താണ്. ഇഷ്ടമാണെന്നുള്ള കല്യാണം കഴിക്കാൻ ഉണ്ടെന്ന് പറയുമ്പോഴും സാറാണ് വർഷയുടെ അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ചത്. വീട്ടിൽ എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെ പെണ്ണ് വെക്കാൻ പോയപ്പോ പെണ്ണിങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ വർഷയുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു? സമ്മതിച്ചിരുന്നു? ഇത് ശരിക്കും ഞാൻ പോലും അറിഞ്ഞില്ല ഇവളെ വീട്ടിൽ കല്യാണം ആലോചിക്കാൻ പോയത്. എന്റെ അച്ഛനും ചേട്ടനോട് പോയത് ഒരു ദിവസം രാവിലെ. എന്നോട് പറയില്ല എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന പോട്ടെ കുറച്ചാളൂടെ കഴിഞ്ഞിട്ട് കെട്ടാന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇവള് പറഞ്ഞ് എന്തിന് അച്ഛനും ചേട്ടനെ പറഞ്ഞിട്ട് ഞാൻ പറയും എപ്പോൾ ഞാൻ ഉറക്കം രാവിലെ 7-8 മണിക്ക് പറഞ്ഞ അച്ഛനും ചേട്ടന് രാവിലെ വന്നിട്ട് സംസാരിച്ചെന്ന്. അപ്പോഴിത് കണക്ക് അവര് തന്നെയാണ് സംസാരിച്ച് അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഇപ്പൊ കെട്ടാൻ വലിയ പ്ലാൻ ഇല്ലായിരുന്നു, കുറച്ചുകൂടെ പോട്ടെ വെച്ച്. പക്ഷെ അവര് എനിക്ക് കല്യാണ പ്രായമായി. പിന്നെ ആ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ വന്ന് സംസാരിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ട്, ലൈക്ക് ആ പ്രേമിച്ചോണ്ട സമയത്ത് സ്കൂളിലൊക്കെ തൂക്കിയിട്ട് കുറച്ച് ഇഷ്യൂ ടീച്ചർമാരൊക്കെ പ്രശ്നമൊക്കെ. പക്ഷെ പിന്നീട് അത് ഞങ്ങൾ കണ്ടന്റ് ആക്കി ഇറങ്ങി. അതാണ് ഞങ്ങളെ കണ്ടന്റ്. അതിലുള്ള ഒരേ കാര്യങ്ങളാണ് ഈ കണ്ടന്റ് ആക്കിട്ട് ഇറക്കുന്നത്. അതെ, കൂടുതലും നമുക്ക് നേരിട്ട് കാണുന്ന സംഭവങ്ങളാണ്. നമുക്ക് അതിലെ മറുപടി പറയാൻ പറ്റും. അതായത് ഞങ്ങൾക്ക്
ആ പ്രേമിച്ചുകൊണ്ടിരുന്ന കാലം തൊട്ട് ഇങ്ങറ്റം വരെയുള്ള ആരൊക്കെ എന്തൊക്കെ പണി തന്നിട്ടുണ്ട് ഇവരെ കഥാപാത്രമായിട്ട് അവരുടെ പേര് വെച്ചിട്ട് ഞങ്ങൾ കണ്ടന്റ് ഇറക്കും എന്ന് വെച്ചാൽ നമ്മള് മുഖത്ത് നോക്കി പറഞ്ഞാലേ പ്രശ്നമുള്ളൂ അതാകുമ്പോ പിന്നെ ആരും കാണൂലല്ലോ. ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വരാറില്ലേ? നല്ലപോലെ അതിന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? അത് കണ്ടന്റൊക്കെ റിയാക്ട് ചെയ്യോ? അത് കുറെ കണ്ടന്റ് ആക്കി റിയാക്ട് ചെയ്യും. ചില കമന്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. അപ്പൊ നമ്മൾ ഈ സാധാരണ എന്താണ് ഈ കറണ്ട് പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടാകുന്ന നോക്കുമ്പോൾ അവിടെ ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനം. അതൊക്കെ വേറെ ആരെങ്കിലും കമന്റ് നോക്കുമ്പോൾ എനിക്കൊരു സമാധാനം കൊള്ളാം. എന്നെ പറയുന്നതിനെക്കാട്ടി കൂടുതൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല. പിന്നെ ഇത് രസമാണ് എന്ന് വെച്ചാൽ കമന്റ് ചെയ്യുന്ന ആൾക്കാര് അവരൊരു ഇഷ്ടത്തിനനുസരിച്ച്. കമന്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ 2 തരം ആൾക്കാർ. ഒന്ന് മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ഈ ചിലപ്പോൾ വെള്ളം അടിച്ചിട്ട് നിന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവർ. അപ്പൊ നമ്മൾ ഈ അവരെങ്ങനെ തിരിച്ച് റിപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരെ കുറിച്ച് എൻക്വയറി ചെയ്യുമ്പോഴോ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം അടിച്ചിട്ട് അപ്പൊ ഒന്ന് ബോധമില്ല, ഫസ്റ്റ് ബോധമില്ല. 2 മനഃപൂർവ്വം നിന്ന് നമ്മൾ ഈ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത് മനസ്സിൽ കണ്ടിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഭാര്യയായിട്ടൊക്കെ അടി ഉണ്ടാക്കിയിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളെ വീഡിയോ. അപ്പൊ അതിൽ അവരുടെ പറയാനുള്ളതെല്ലാം ഇവിടെ പറയും. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മെന്റാലിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ പോട്ടെ. ഞങ്ങളുടെ ശരിക്കും ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഗവൺമെന്റ് എംപ്ലോയി മലപ്പുറത്തുള്ള പേരൊന്നും എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ കേട്ടോ. പുള്ളി ഇങ്ങനെ ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ ഒന്ന് ഭയങ്കര ഒരു കമന്റ് ചെയ്തു എന്നൊക്കെ പറയാൻ കമന്റ് ചെയ്തു. ഇയാളാര് പിള്ളേച്ചെന്താ കോഴിയാ ഇല്ല പടത്തിൽ. ഞാൻ എന്ത് ചെയ്തു പുള്ളിയുടെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ പുള്ളി ഒരു ഗവൺമെന്റ് എംപ്ലോയി. അറിയോ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് കണക്റ്റഡ് അല്ലേ? അപ്പൊ ഈ മണ്ടന്മാർക്ക് അറിയത്തില്ല ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കമന്റ് ഇട്ടിട്ട് പോയാലും ഫേസ്ബുക്കിൽ അറിയത്തില്ല. അങ്ങനെ നോക്കിയപ്പോ നമ്പർ കിട്ടി. ഞാൻ വിളിച്ചു പുള്ളീനെ, ഞാൻ ഇന്ന ആളാണെന്ന് പറയും. പുള്ളി ചോദിക്കണേ ഏത് ഇന്ന ആള്? ഞാൻ പറയും എന്റെ പേര് ആദർശാണ് എന്നാണ്. നിങ്ങളിപ്പോ എന്റെ ഒരു വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ ആണ്. ഞാൻ പറയും ഈ കമന്റ് ഞാനൊരു കേസ് ഫയൽ ചെയ്ത് എന്താണെന്ന് പറയും. അങ്ങനെ പുള്ളി എന്തൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്ത്. രണ്ടാമത് പുള്ളി വിളിച്ചിരുന്നു, ബ്രോ എന്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. പുള്ളി 10-40 വയസ്സുണ്ടേ. പുള്ളി പറഞ്ഞു എന്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയാണ്. പക്ഷെ പാവം ഇപ്പോഴും എന്നെ വിളിക്കും. സൗഹൃദങ്ങൾ കിട്ടും. അതായത് ഒരു സമയം എന്റെ വേറൊരു വീഡിയോ ഭയങ്കരമായിട്ട് ഒരു വൈറലായി. എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഇന്റർവ്യൂ. അതുകൊണ്ടാണ് എനിക്ക് ഇന്റർവ്യൂ ഭയങ്കര പേടി. അത് ശ്രദ്ധിച്ചാൽ സംസാരിക്കുള്ളൂ. നോർമലി ഇപ്പൊ ഇവിടെ നിറയെ കട്ട് പറഞ്ഞിരിക്കല്ലേ നമ്മൾ ഭയങ്കര കമ്പനി ആയിരിക്കും. പിന്നെ ശ്രദ്ധിച്ച് സംസാരിക്കുള്ളൂ. അങ്ങനെ ഒരു ഇന്റർവ്യൂല് ആ ഇന്റർവ്യൂ ഫുൾ ഓഫ് എന്റെ ട്രോളാണ്. വർഷയും പൂർണ്ണിമയായിരുന്നു. വെറൈറ്റി മീഡിയയിലെ അമ്മൂസ് എന്ന് വെച്ചാൽ പാവം വെറൈറ്റി മീഡിയം പാവം. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി അങ്ങനെ പൂ കൊടുത്ത് പ്രപ്പോസ് ചെയ്യാൻ പറയും. അപ്പം ഫുൾ എൻ്റെ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ അറിയാം ഫുൾ ഏറ്റു വാങ്ങിക്കണം ഞാനാണ്. അപ്പൊ ഞാൻ നോർമലി ചോദിച്ച് വേറെ വൃത്തിയുള്ള ആരും ഇല്ലെന്ന്. തീർന്നു. ഇതുവരെ കട്ട് ചെയ്തെടുത്തിട്ട് വേസ്റ്റ് എന്ന് പറയുന്ന സാധനം കൊടുത്ത് ഞാൻ പാളി. ഇതിൽ എന്നെ കൊല്ലാന്ന് പറയും. ഇവനല്ലേ മറ്റേ വൃത്തിയുള്ള കല്യാണത്തിന്റെ ഫോട്ടോയിൽ പോലും വൃത്തിയുള്ളവരെ നിനക്ക് കല്യാണം ഒന്നും അറിയില്ല. ഏതിനും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു കൂട്ടുകാർ സെറ്റപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ 10-20 പേരടങ്ങുന്ന ഒരു ഗ്യാങ് ആണ്. ഇതിനകത്ത് കുറച്ച് നമുക്ക് ഭയങ്കര കമ്പനി ആയിട്ടുള്ള ഒരു 3-4 പേരുണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞ അൻഫല്, നിരഞ്ജൻ, പിന്നെ അശ്വിൻ എന്ന് പറഞ്ഞ ആള്, ചച്ചു. അവളാണ് നമുക്ക് ഇന്നലെ രാത്രി ഡ്രസ് ശരിക്കുള്ള പേരെന്തോ നമ്മളങ്ങനൊക്കെ അല്ല. അപ്പൊ അവള് എന്റെ അലമാര ഇങ്ങനെ ആയിരിക്കും. അതിന് ആദർശിന്റെ അലമാര ആയിരിക്കും. അതിൽ ആദർശിന്റെ അലമാരയിൽ മിക്കത് ചേട്ടാ ഈ പാന്റൊക്കെ ട്രെൻഡ്. അതായത് ഞാൻ ഇപ്പോഴും 2015 പെൻസിൽ ഫിറ്റ് അടിച്ചിട്ടുണ്ടോ ചേട്ടയുടെ ബാഗ് ആയി. നിങ്ങൾ അറിയില്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ ചിങ്ങത്തിൽ വാങ്ങിച്ചു. അങ്ങനെ ഇവര് നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു, ഈ കമന്റ് സെക്ഷൻ. അപ്പം ഇവന്മാരായിട്ട് ഭയങ്കര കമ്പനി അങ്ങനെ പൊക്കോണ്ടുന്ന സമയത്ത് ഈ വെറൈറ്റി മീഡിയയുടെ ഇന്റർവ്യൂ വേറെ ആൾക്കാർ ഈ റീപോസ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഇതിനകത്ത് ഇവ ഏതാ ഈ വൃത്തിയുള്ള ഇവ അവരെ പറയുന്നത് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെ ഉള്ള ഇന്നലെ കൂടെ ഒന്നിച്ച് കിടന്നുറങ്ങി ഇവൻ എന്റെ പേര് ഇവൻ തന്നെ ആണെന്ന് ഡയറക്റ്റ്. ഞാൻ ചോദിച്ചാ എന്തിനടാ ഇരിക്കട്ടേ 10 പേര് അറിയട്ടെ കുഴപ്പം ആയില്ലെന്നാ തോന്നുന്നത് ഈ സാധനം റീച്ചൊക്കെ കേറിക്കോട്ടെ. അങ്ങനെ കുറെ കമന്റ്സിലൂടെ കുറെ ഫണ്ണി ആയിട്ട് പോകുന്ന കാര്യങ്ങൾ. അതെ. എന്നിട്ട് ഇപ്പൊ ശരിക്കും കമന്റ് വരുമ്പോ ഇവനാണ് റിപ്ലൈ കൊടുക്കുന്നത്. ഇവ വേറെ അക്കൗണ്ടിൽ കയറിട്ട് തെറി അല്ലെങ്കിൽ കൗണ്ടർ നന്നായിട്ട് കൗണ്ടർ ചെയ്യും. ഇവനാണ് ചില കണ്ടന്റ് ഒക്കെ നമുക്ക് കൊണ്ടുവരണം. ഈ അശ്വിൻ, നിരഞ്ജൻ, അൻഫല് ഇവന്മാര് നല്ല
അതായത് നമ്മളെ ഇടയിൽ റിലേറ്റബിൾ ആയിട്ട് നമുക്ക് കുറെ സാധനം കിട്ടും. Full ഇന്നലെ 4 മണി വരെ ഇരുന്നിട്ട് പണ്ട് നമ്മളെല്ലാം സ്കൂൾ ഫ്രണ്ട്സാ. ഒന്നിച്ച് പഠിച്ചത്. പക്ഷെ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല. പക്ഷെ നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ച് സെന്റ് മേരീസിന്റെ മെമ്മറീസ് എല്ലാവർക്കും ഉണ്ട്. എല്ലാ സാറന്മാരെ അറിയാം, മിക്കവരും കണക്റ്റഡ് ആയിട്ട് അറിയാം. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ സാറന്മാർക്ക് ഇരട്ട പേരിടൂലേ, ഇതൊക്കെ വെച്ചിട്ട് പേരെന്ന് 4 മണി വരെ അതിന് സംസാരിച്ചോണ്ടിരിക്കും. എനിക്കല്ലേ നമ്മൾ ഈ നുണയൊക്കെ പറഞ്ഞ ഇങ്ങനെ അങ്ങ് ഇരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞാലേ പണ്ട് സെന്റ് മേരീസിൽ 2015-17 കാലഘട്ടത്തിൽ ഞാനാണ് സെന്റ് മേരീസിൽ നാഷണൽ ആന്തം പാടാൻ പോകുന്നത്. അപ്പൊ തുടക്കത്തില് ഇവിടെ അത് നീയായിരുന്നു. ഇത് കേൾക്കുമ്പോ നമ്മുടെ ക്ലാസ്സിലെ പയ്യന്മാര് തെറിവിടിയാണ്. എടാ എങ്ങനെ തോന്നണ്ട, നീയാണെന്ന് നമുക്ക് അറിയാമോ? മീൻസ് എല്ലാ മണ്ടന്മാരാണ് നമ്മളെല്ലാവരും. ഭയങ്കരമായിട്ട് സമയം പോയി. എല്ലാം നല്ല പ്രായമുള്ളവന്മാരാണ് ഇങ്ങനെ എത്തിരിക്കണേ. നിങ്ങൾ സ്പൂഫ് വീഡിയോ ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് ആണ് അല്ലേ? ആണ്. ഞാൻ വീഡിയോസ് ഏറ്റവും ടോപ്പ് ശ്രീകാന്ത് വെട്ടിയാറാണ്. അതെ, എന്നാലാ ശ്രീകാന്ത് വെട്ടിയാർ കഴിഞ്ഞ നിങ്ങളാണ്, സത്യം പറയാലോ. കാരണം നിങ്ങളുടെ വീഡിയോസ് ഒക്കെ അടിപൊളിയാണ്. രോമാഞ്ചം വരുന്നല്ലേ. അല്ല, ആ ഒരു കോംപ്ലിമെന്റ് ആദ്യമായിട്ടാ കിട്ടുന്നത്. കിട്ടിയില്ലപ്പോ അത് ഞങ്ങൾ ചെയ്തതില് ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നിയ മണിച്ചിത്രത്താഴിന്റെ ഒരു സ്പൂഫ് ഉണ്ടായിരുന്നു. മണിച്ചിത്രത്താഴിന് ശേഷം സണ്ണിയും ഗംഗയും നകുലനും പോയതിനു ശേഷം അയൽക്കാരെന്തരായിരിക്കും പറയണമെന്നുള്ളത് ഇത് ഇവളുടെ കോൺസെപ്റ്റാണ്. ഇവളാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ അത് ചെയ്യാതെ വെച്ചിരുന്ന സാധനമാണ്. ഒരു ദിവസം കണ്ടിട്ടില്ല എന്ത് മണിച്ചിത്രത്താഴി അങ്ങനെയാണ് പോയടി ഇന്നലെ എന്തരായിരുന്നു ബാധകരായിരുന്നു. നമ്മളും ബാധകര, നീ നമ്മളെങ്ങാനും ബാധകരെന്ന് പറഞ്ഞു നോക്ക്, കെട്ടിയവ എന്തിനു പറയും. അത് അങ്ങനെ ഒരു സാധനമായിരുന്നു. ചെറുക ശരിയല്ലെന്ന്. അവൾ ഇന്നലെ രാത്രി ആ വിളവാരത്ത് നിന്ന് ആരുമായിട്ട് അപ്പുറത്തെ രാമനാഥനുമായിട്ട് ശൃംഗാരം അത് കണ്ട് പിടിച്ചതിന് ശേഷമുള്ള അവൾ അഭിനയം നമുക്ക് അറിഞ്ഞൂടെ. ഇതൊക്കെ ശരിക്കും ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്താ ആലോചിക്കുന്നത്. ഇത് കൂടുതലും ഈ ഒരു സംഭവം ഇങ്ങനെ കാരണം പണ്ടോട്ടെ ഈ ഫീമെയിൽ വോയിസ് എന്നുള്ള സാധനം സംസാരിക്കുമെങ്കിലും ആൾക്കാരുടെ കുറെ ആൾക്കാരുന്നുണ്ട്, നമ്മളെ വീടിനടുത്തുള്ള ആൾക്കാരുണ്ട്. കൂടുതലും ഇവളുടെ അമ്മ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇവളുടെ അമ്മയുടെ നിന്ന് കുറച്ച് കോൺസെപ്റ്റ് സാധനം കിട്ടും. പക്ഷെ നീ എന്ത് സിന്ദൂരം തൊടാതെ ഇറങ്ങിയിരിക്കണം, അവ എന്തൊരു വിചാരിക്കും അതിനുള്ള. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ രാത്രി ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും പുറത്ത് പോകും. ഇല്ല ഇങ്ങനെ പോകാൻ നേരത്ത് നീ പോവാത്ത എന്ത് വർഷേ അല്ല അവൻ പോയിട്ടുണ്ട്. അമ്മ സോറി കേട്ടോ, ഞാൻ അങ്ങനെ നേരെ അമ്മ ഇന്ന് എന്റെ അടുത്ത് ഇങ്ങനെ പറയും, എന്ത് ആൺപിള്ളേരെ കല്യാണം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വിടല്ലേ, അവന്റെ കൂടെ നീയും പോണം, അവൻ ഒറ്റപ്പെട്ടു പോവും, നീ കൂടെ പോണ്ടേ, അവനെ വഴിതെറ്റാതെ നീ വേണ്ടത്. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഒരു ദിവസം പറയും, ഇന്ന് ഒറ്റയ്ക്ക് രാത്രി എനിക്ക് പോണം. അവള് പറഞ്ഞു വർഷ നീ എന്തിനിങ്ങനെ പറഞ്ഞു. അമ്മ കണ്ടോ മീൻകറി വരൂല എനിക്ക്. അയ്യോ ഭയങ്കര ഫണ്ണി. വീട്ടിലിങ്ങനെ തന്നെയാണോ നിങ്ങൾ? ഭയങ്കര ഫണ്ണിയാണ്. സീരിയസ് ആവാറില്ലേ നിങ്ങള്? സീരിയസ് ആയ ഭയങ്കര വഴക്കാണോ? വഴക്കാവുമ്പോ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ അല്ല, ചെറിയ കാര്യത്തിനായിരിക്കും വഴക്കിടുന്നത്. ഞങ്ങളെല്ലാം വഴക്കിട്ടിട്ട് ആരൊക്കെ ബ്രഷ് കിട്ടിയില്ല, പെസ്റ്റ് കിട്ടിയില്ല, ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ വഴക്ക്. ഭയങ്കര വഴക്കാവും. ഞങ്ങൾ ഭയങ്കര ആഭ്യന്തര ചർച്ച വരെയൊക്കെ പോകും. ഭയങ്കര വഴക്കായിട്ട്. അങ്ങനെ ഇപ്പൊ റീസെന്റ് ആയിട്ട് വഴക്ക് ഏതെങ്കിലും ഉണ്ടോ? റീസെന്റ് ആയിട്ട് എന്തായിരുന്നു വഴക്കായി? എന്തോ കാര്യത്തിന് വഴക്കായി. അപ്പൊ ഇവൾ എന്റെ അടുത്ത് പറയും, ഒരു കാരണം വെച്ചാലും ചുമ്മാ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ ഇരിക്കില്ല, വെളിയിലോട്ടൊക്കെ ഇറങ്ങണം, അങ്ങനെയൊക്കെ പറയും. നമ്മൾ ഈ കണ്ടന്റ് ഒരുപാടൊക്കെ ആലോചിച്ച് ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് ഭ്രാന്തായി പോകും. ഇങ്ങനെ ഒരു ദിവസം ഫുള്ള് ബ്ലാങ്ക്, എന്ത് ചെയ്യണമെന്ന് അറിയണ്ടാത്ത ചുമ്മാ ആയിരിക്കും. എന്നിട്ട് വിനോദയാത്ര സിനിമയൊക്കെ ചുമ്മാ ഇട്ടിരുന്ന് കാണും. എന്ന് വെച്ചാൽ ഒരു കാര്യമില്ല, എന്ന് വെച്ചാൽ കുറച്ച് കോമഡി ഇങ്ങനെ കേൾക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വർഷം ഇങ്ങനെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് വെളിയിലോട്ടൊന്ന് പോയിട്ട് വരാം, ഒന്ന് റിഫ്രഷ് ആവാനും വേണ്ടി കുറച്ച് നേരം എവിടെയെങ്കിലും പോയി ഒന്ന് ഒറ്റയ്ക്ക് ഇട്ടോ. ഓ പോയിട്ട് വാ. അപ്പം ഇത്രയും സ്നേഹനിധിയായ ഭാര്യ പോയിട്ട് വാ. അപ്പോൾ അതേ കണക്ക് കയറി റൂമിനകത്ത് പോയിരിക്കും. എന്ന് വെച്ചാൽ നോർമലി അങ്ങ് കയറി റൂമിനകത്ത് പോയിരിക്കും. ഞാൻ പോണത് ഇവർക്ക് ഇഷ്ടമല്ലേ, അപ്പൊ ഞാൻ അത് ഇരുന്ന് സോർട്ട് ചെയ്ത് എന്തായിരിക്കും, ഞാനൊന്ന് ഒറ്റയ്ക്ക് കുറച്ച് നേരം സമാധാനമായിട്ട് പോയിരിക്കട്ടെ. അപ്പൊ അവള് ചിന്തിക്കണായിരിക്കും, ഓ ഞാൻ അതൊരു വഴക്ക്, അവിടെ അങ്ങനെ വഴക്ക്. പിന്നെ ഞാൻ തന്നെ പോയി മിണ്ടും, എത്ര വഴക്കായിരുന്നാലും ഞാൻ പോയി മിണ്ടും. കൂടുതലും വഴക്കിടാനുള്ള ഒരു ത്രൈഡ് ആർക്കാണ്? ഇവള് വഴക്കിടും. കാരണങ്ങളില്ലാതെ വഴക്കിടുവോ? ചെറിയ കാര്യത്തിനായിരിക്കും വഴക്കുണ്ട്. ഞാൻ പെട്ടെന്ന് ഇവന്റെ അടുത്ത് ഭയങ്കര സെൻസിറ്റീവ് ആണ്. പെട്ടെന്ന് ഇവൻ പറയണ ചില സാധനങ്ങളൊന്നും എനിക്ക് പിടിക്കൂല, ഞാൻ വഴക്കുണ്ടാക്കും. അങ്ങനെ വർഷ ചായ ഇടൂടി എന്ന് ചോദിക്കണ ഒരു ടോണിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. രാവിലെ എണീക്കുന്ന നേരത്തെ നമുക്ക് എല്ലാവർക്കും മറ്റേ അടങ്ങിയ വോയിസ് ആണല്ലോ, വർഷ ചായ ഇടൂടി എന്ന് ചോദിക്കുമ്പോ അവള് അതൊരുമാതിരി ആജ്ഞാപിക്കും. അങ്ങനൊന്നുമില്ല, അങ്ങനെ ചോദിക്കില്ല, ആ ഒരു സാധനം ഇഷ്ടപ്പെടൂല. അപ്പൊ അങ്ങനെ അതുകൊണ്ട് പിന്നെ വീട്ടില് കുക്കിംഗ് ഒക്കെ ചെയ്യാവോ? കുറച്ച്. എന്തൊക്കെ അറിയാ? കുറച്ച്. ഞാൻ വെജിറ്റേറിയൻ
ഫുഡ് എല്ലാം ഉണ്ടാക്കും, പക്ഷെ നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കില്ല. എന്താ ഇഷ്ടല്ലേ, കഴിക്കില്ലേ? എനിക്ക് അറിഞ്ഞൂടാ, അവള് നോൺ വെജ് അങ്ങനെ ഉണ്ടാക്കൂല. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ബാക്കി എല്ലാം ഞാൻ ഒക്കെയാണ് ശരിക്കും ഒരു ഭാര്യ. ശരിക്കും ഒരു ഭാര്യ. തോരനും അവിയലും സാമ്പാറും വെക്കണം ഭാര്യ. വെജിറ്റേറിയൻ ഫുഡ് കഴിക്കത്തില്ല, അതാ. ആണോ? അല്ല അങ്ങനെയല്ല, ഞാൻ കഴിക്കും, പക്ഷെ എനിക്ക് നോൺ വെജ് കൂടുതൽ ഇഷ്ടമാണ്. മീൻ കറി ഇല്ലാതെ കഴിക്കും, എനിക്ക് മീൻ കറി വെക്കാൻ അറിയത്തില്ല, എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മളെ കൂട്ടുകാർ ടീംസ് ഇവരൊക്കെ കൂടെ വീട്ടിൽ വെക്കും. പിന്നെ ഇവളുടെ അമ്മ നന്നായിട്ട് മീൻ കറി വെക്കും. എനിക്ക് ഈ മീൻ കറി, ചിക്കൻ കറി, എനിക്ക് ഇങ്ങനെയുള്ള നോൺ വെജ് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മളെ ബേസിൽ ജോസഫിന്റെ പ്രോൺസ് നിർവ്വഹണ അത് ഞാൻ വെച്ച്, നമ്മൾ പിന്നെ അത് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവരെ ഞാൻ വിശ്വസിപ്പിച്ച് അതാണ് സാധനം എന്ന് പറയുന്നുണ്ട്. പുള്ളി കഴിച്ചാൽ മാത്രമേ അറിയുള്ളൂ നീ എന്താ. നിങ്ങളുടെ ഞാൻ പഴയൊരു പോസ്റ്റ് കണ്ടു, നിങ്ങളുടെ 2015 ഡിലീറ്റ് ചെയ്തില്ലേ? ഞാൻ പാട്ട് പാടാണ്, അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇല്ല, നിങ്ങളൊരു റീൽ വീഡിയോ, അതാണ് നിങ്ങളുടെ ആദ്യ റീൽ. ഇരുന്നിട്ട് നിന്നിട്ട് ഇല്ല, 2016 ഇന്റർവ്യൂ പോലെ പേളിമാണിയാണ് അതില്. പേളിമാണി നമ്മുടെ ഇപ്പൊ എന്താണ് ചെയ്തത്, ഇവിടെ നടന്നുകൊണ്ടിരിക്കല്ലേ അതാണ് ആദ്യത്തെ നിങ്ങളുടെ റീൽ വീഡിയോ. ഒരുമിച്ചുള്ള ആദ്യത്തെ വീഡിയോ അതാണോ? ആണോ? നിങ്ങൾ അതേപോലെ നിങ്ങൾ കുറെ ഫോട്ടോസ് അതിലാണെങ്കിൽ എന്നെ കാണും. നല്ല വ്യത്യാസം ടാൻ അടിച്ചിട്ട്, അത് ഞാൻ സ്കിൻ കെയർ ചെയ്യില്ല, ടാൻ അടിച്ചിട്ട്. അതായത് MG കോളേജിൽ പഠിക്കുന്ന സമയം MG കോളേജിൽ നിന്ന് വീട് വരെ ആ പൊട്ട വെയിലത്ത് നടക്കും. ഞാൻ വിചാരിക്കുന്നത് എന്താ, വൈറ്റമിൻ ഡി ആണ്. നട്ടുച്ചയ്ക്ക് 3 മണിക്ക് വൈറ്റമിൻ ഡി ഡി എന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇങ്ങനെ നടക്കും. പിന്നെ എനിക്ക് മനസ്സിലായത് സ്കിൻ ഡാമേജ് ആവും എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. എന്ത് തുടങ്ങിയപ്പോഴാണ് വൈറ്റമിൻ ഡി അല്ലേ. അങ്ങനെ സ്കിൻ ഇഷ്യൂസ് ഇവിടെയൊക്കെ ഡാർക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആണോ? അതേപോലെ ഞാൻ അങ്ങനെ കണ്ടതാ. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞില്ല, നമുക്കിങ്ങനെ പുറത്ത് പ്രൈവറ്റ് നമ്മുടെ ഫോട്ടോസ് ഒന്നും ഇഷ്ടമല്ല, നല്ല പേടിച്ചിട്ട് ഇടാണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ കപ്പിൾ ഫോട്ടോ ഒക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കോളേജിൽ വെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ പേടിയൊന്നും ഉണ്ടല്ലോ, ഇങ്ങനെ ഇട്ടിന് പാടില്ലെങ്കിലും പറയോ? അറിയായിരുന്നു, പക്ഷെ അതല്ലാതെ അതായത് കോളേജിൽ അറിയാം, സ്കൂളിൽ അറിയാം, പഞ്ചായത്ത് മുഴുവൻ അറിയാം, ഇവിടെ വീട്ടിൽ മാത്രം അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. വർഷം എപ്പോഴും പറയുമ്പോ അറിയാം. നല്ല പേടിയുണ്ടായിരുന്നു. പോവും. പോവാറുണ്ട്. കമ്പനിയാണ് അപ്പൊ ഓൾറെഡി വീട്ടിൽ വെച്ച് കമ്പനി. നമ്മള് ഞാൻ പറഞ്ഞില്ല 10ാം ക്ലാസ്സിൽ നമ്മൾ ഗാനമേളയുടെ സമയത്ത് അമ്മ അച്ഛനൊക്കെ ആയിട്ട് ഇവരൊക്കെ ആയിട്ട് കമ്പനി. അതിൽ അൻഫലുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അൻഫല് നന്നായിട്ട് ഫുഡ് കഴിക്കും. അപ്പൊ എന്റെ വീട്ടുകാർക്ക് ഫുഡ് കഴിക്കുന്നവർ ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ ആദ്യമായിട്ട് വീട്ടിൽ പോകുമ്പോൾ നമ്മളെ ലൈനാണ്, ഞാനുണ്ട് അൻഫലുണ്ട്, വഞ്ചിപ്പാട്ട. അപ്പൊ ഇവൻ ക്ലാസ് കിട്ടിയാൻ വേണ്ടിട്ട് നമ്മളോടെ എല്ലാ പാട്ടും, പക്ഷെ താളബോധം തീരെ ഇല്ലാത്തവരാണ്. അപ്പൊ ഇവൻ കൂട്ടത്തിൽ മറ്റേ കുട്ടപ്പാട്ട് പാടാൻ വേണ്ടിട്ട് ഗ്രൂപ്പായിട്ടുള്ള സോങ്. അപ്പൊ അങ്ങനെ നമ്മുടെ എന്റെ വീട്ടിൽ പ്രാക്ടീസ് വെച്ചു. പ്രാക്ടീസ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ചിക്കൻ അങ്ങനെ ഞാൻ പറഞ്ഞു അളിയ നമ്മള് വർഷയുടെ വീട്ടിലോട്ടാണ്, ഇത് അൻഫല്, ഞാൻ അളിയ നമ്മളെ അത് വർഷയുടെ വീട്ടിലോട്ടാണ് പോകണം. ഒരു കാരണവശാലും അവിടെ ചെന്ന് അലമ്പല്, അവളെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ഇതാണ്, ഞാനും അവളും തമ്മിൽ റിലേഷൻ അത് ഒരു കാരണവശാലും അറിയില്ല. നീ പോവാളിയ അതൊക്കെ നമ്മൾ അവിടെ ചെന്ന് മാന്യമായിട്ട് അവിടെ നിൽക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, നമുക്ക് വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കാം. ചെറുക്കമുണ്ടല്ല, ചെന്ന് കയറിയപ്പോ ചിക്കൻ കറിയുടെ മണം, ഇവ അടുക്കള കയറിപ്പോയി. അല്ല അടുക്കളയിലല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ചിക്കൻ കൊണ്ടുവച്ചു. അമ്മ പിന്നെ പുട്ടുണ്ടോ? അപ്പൊ പുട്ടാ, ചോറ് വെച്ചേക്കുന്ന. അപ്പൊ ഇല്ല മക്കളെ വെച്ചിട്ടാ, പോയി വെച്ചിട്ടാ, പുട്ടും ചിക്കനാണ് കോമ്പിനേഷൻ. ഇവ ഇരുന്നോണ്ട് മെനു പറയണ ഒരു വീട്ടിൽ അങ്ങനെ അമ്മേനെ പുട്ട് വെപ്പിച്ച് ആ പുട്ടും ചിക്കനാണ് കഴിച്ചത്. അതുകൊണ്ട് ഇന്നും അവ ആദ്യം വീട്ടിൽ വന്ന് അടുക്കളയിലോട്ടാണ് കയറി പോകുന്നത്. നിങ്ങളുടെ ഗ്യാങ് അപ്പൊ അടിപൊളിയാണല്ലേ? പിന്നെ നിങ്ങൾ റീലൊന്നും എല്ലാവരും ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. പക്ഷേ ഇവന് ഞാനും കൂടെ നൈറ്റിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നുണ പറയാനും വേണ്ടിട്ട്, മരുമോളുടെ നുണ പറയാൻ വീട്ടിലോട്ട് കയറി പോണ ഒരു കണ്ടന്റ് ഉണ്ട്. അത് ഞാനും അവനും കൂടെയാണ് ചെയ്തത്. ഇത് അവന്റെ കറക്റ്റ് ഉമ്മച്ചിയുടെ ഒരു മാനറിസം ഉണ്ട്, അതേ സാധനം അവന് കിട്ടും. പിന്നെ ഈ പറഞ്ഞ നിരഞ്ജനുണ്ട്, പിപ്പിരി മുടിയാണ് ജയന്റ് അശ്വിൻ, അതിനെ നമ്മൾ ജയിന്റ് എന്നാണ് വിളിക്കുന്നത്. ഒരു താടിയുള്ള അതാണ് നിരഞ്ജൻ. അവ ഇപ്പം കാര്യവട്ടം കോളേജിൽ PGക്ക് ജോയിൻ ചെയ്തേക്കുന്നു. ഈ പ്രായത്തിൽ അവന് എന്തിന്റെ കാര്യം നമുക്ക് അറിഞ്ഞൂടാ. മറ്റേ ലാലേട്ടന്റെ ബബ്ബയ്ക്കകത്താണ് കഴിഞ്ഞാട്ടം പോലെ 2 നിരഞ്ജനായിട്ട് ഇങ്ങനെ പോവാ. വയസ്സാം കാലത്ത് ഇറക്കെ കയറി പഠിക്കാൻ പോണു പാവം. അതേപോലെ ഇപ്പൊ മ്യൂസിക് ബാൻഡ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ബാൻഡ് ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. കുറച്ച് ഈ കണ്ടന്റ് പരിപാടികളെല്ലാം കൂടെ വന്നപ്പോഴേ ഇതായി. അപ്പം
കുറച്ച് ടാസ്ക് പോലെ നമുക്ക് തോന്നി. ഓക്കെ, അപ്പൊ പാട്ടിൽ നമ്മൾ ഇനി ഇമ്പ്രൂവ് ചെയ്യണ്ടെന്ന് തോന്നുന്നു. അല്ല അത്യാവശ്യം കേൾക്കാനൊക്കെ രസമുണ്ട്, പക്ഷെ ഞാൻ കേട്ടിരുന്നു. എന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ പാടുമ്പം ഈ പറഞ്ഞ കണക്ക് അന്ന് വലുതായിട്ട് വീഡിയോ പരിപാടിയൊന്നും ഇല്ല. ഇപ്പൊ ഏതെങ്കിലും സ്റ്റേജിൽ നിന്ന് പാടി യവന്മാരൊക്കെ തന്നെ എടുത്ത് വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യും. നമ്മളെ പഠിപ്പിക്കുന്ന സാറുണ്ട്, നിന്നെയൊക്കെ ഞാൻ പഠിപ്പിച്ചെന്നൊരു തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ. പാടുമ്പോ 10,000 വെള്ളി വരും. വെറുതെ എന്തിനു റിസ്ക് എടുക്കണം? സാർ അറിഞ്ഞൂടാതെ നമ്മൾ പാടിച്ചു. സാർ അറിയുമ്പോ അതേപോലെ ഈ സിനിമയിൽ ഇടയ്ക്കൊരു ചാൻസ് കിട്ടിയിരുന്നോ? അത് ഏതിലായിരുന്നു? അനൂപ് മേനോൻ സാറിന്റെ തനി നിറം എന്ന് പറയുന്നത് നെടുമങ്ങാട് സാർ ഡയറക്ട് ചെയ്ത. ഓക്കെ, അപ്പൊ സിനിമയിലോട്ട് അപ്പൊ എങ്ങനെയായിരുന്നു? അതിലോട്ട് പോകാനുള്ളത് എങ്ങനെയായിരുന്നു? ഓഡീഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, എന്നെ ഡയറക്റ്റ് വിളിച്ചാണ്. സാറ് നെടുമങ്ങാടുകാരനാണ്. അപ്പൊ കണ്ടന്റ് കണ്ടിട്ട് സാറിന്റെ പിള്ളേർ എന്റെ വീഡിയോസ് ആണ് വരുന്നത്. അങ്ങനെ ഈ കാര്യം കണ്ട പറഞ്ഞു കൊടുത്തപ്പോ അച്ഛ ഇങ്ങനെ വീഡിയോ ചെയ്യണ ഒരു ചേട്ടന്റെ വീഡിയോ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചിട്ട് എനിക്കൊരു ക്യാരക്ടർ പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഈ പടത്തിലോട്ട് പോണത്. അതിന് മുമ്പ് ഞാൻ 2 സിനിമ ചെയ്തിട്ടുണ്ട്. റെജിന എന്ന് പറഞ്ഞ ഒരു പടം 2020 ആണെന്ന് തോന്നുന്നു. ആ ടൈമിൽ കണ്ടന്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ മീഡിയ എന്ന് പറഞ്ഞ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ടുണ്ട്. ഡൊമിൻ ഡി സിൽവ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ അടുത്ത്. പുള്ളിയാണ് പൈപ്പിൻചോളിലെ പ്രണയം സ്റ്റാർ ഈ പടത്തിൻ്റെയൊക്കെ ഡയറക്ടർ. പിന്നെ 3-ാമത് ചെയ്താണ് റെജിന. അപ്പൊ റെജിനയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുരുക്കം എന്ന് പറഞ്ഞ അഭിജിത്ത് നൂറാണി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ പടത്തിലും അഭിനയിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ ക്യാരക്ടർ. അതിൽ ഞാനും വർഷമൊക്കെ ഉണ്ട്. ഞാൻ നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കണം പബ്ബില്. ഞാനും പിന്നെ സുബിൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിയുണ്ട്, സുബിൻ ടാർസൻ. ഞാനും ടാർസന്റെ ഒക്കെ കോംബോ ആയിരുന്നു. പിന്നെയാണ് തനി നിറത്തിലോട്ട് റോഹനായിരുന്നു ഹീറോ. റോഹൻ, പിന്നെ അനഘ, ആദർശ്, ഞാന്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കോംബോ ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ആ സിനിമയിലോട്ട് ഇപ്പൊ മെയിൻ ആയിട്ട് സിനിമയിലോട്ട് പോവാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ഫീൽ? ഇൻഫ്ലുവൻസിൽ നിന്നൊരു സിനിമ, ഒരു ആക്ടർ, സിനിമ ആക്ടർ എന്നൊരു ഫീൽഡിലോട്ട് പോവാണ്. അപ്പൊ ആ സെറ്റിലൊക്കെ പോയപ്പോ എങ്ങനെയുണ്ടായിരുന്നു ആ അനുഭവം? ഭയങ്കര എന്ന് വെച്ചാല് നമുക്ക് ആ ദിവസങ്ങൾ പോണ അറിഞ്ഞൂടാ. ആകെ ഒരു സങ്കടം വെച്ചാൽ എവിടെ കാണാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ സെറ്റ് ചെയ്തിരിക്കുമ്പോഴെല്ലാം പറയാളെ അത് റോഹൻ ആങ്കറാണ്. അപ്പം റോഹൻ ഇത് കണക്ക് ഇങ്ങനെ ഞാൻ പറയാം അളിയ നമ്മള് അപ്പൊ ഷൂട്ട് വന്നിട്ട് ഈരാറ്റുപേട്ടയാണ്. ഈരാറ്റുപേട്ട ടു വാഗമൺ 25, അവന്മാർ ഇപ്പോഴും പറയും 25 കിലോമീറ്ററുകൾ. ചെന്നപ്പോഴേ ഞാൻ പറയാ ഷൂട്ട് തീരണ ലാസ്റ്റ് ദിവസം നമ്മൾ ഇവിടെ നിന്ന് നേരെ വാഗമണ്ണ് പോയി ജസ്റ്റ് കറങ്ങിയിട്ട് വരുള്ളൂ എന്ന് പറയും. ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു, തലേന്ന് ബ്രേക്ക് വന്നപ്പോൾ ഞാൻ പറയാം നാളെ ബ്രേക്കാണ്, നാളെ നമുക്ക് പോയാലോ. പിന്നെ എന്ത് പോകാന്ന് പറയും. രാവിലെ ആയപ്പോൾ ഞാൻ ബാഗ് എടുത്തോണ്ടിരിക്കുന്നുണ്ട്, നാട്ടിലൊരു അർജന്റ് ഷൂട്ട് ഉണ്ടെന്ന്. ഇവരെന്നെ കളിയാക്കും എപ്പോഴും. അപ്പം കൺവിൻസിങ് സ്റ്റാർ, ഇവരെല്ലാവരും എന്നെ കൺവിൻസിങ് സ്റ്റാർ എന്നാണ് വിളിക്കുക. എല്ലാം പറഞ്ഞ് സെറ്റാ കളി. അടുത്ത ആഴ്ച നമ്മൾ വാഗമണ്ണ് പോകും. ഞങ്ങളൊന്നും ഉറങ്ങും പോകില്ല. അങ്ങനെ ലൊക്കേഷൻ നല്ല അടിപൊളിയായിരുന്നു. വെച്ചാൽ നമ്മൾ ആ സ്റ്റാർ എന്നുള്ളതല്ല, ഒരു ഫാമിലി എന്നുള്ള നല്ല രസമാണ്. പ്രത്യേകിച്ച് സെറ്റ് ഭയങ്കര കോമഡി ആയിരുന്നു. നോബിയണ്ണ ഉണ്ട്, നോബിയണ്ണ, അനൂപേട്ടൻ, തങ്കച്ചൻ ചേട്ടായി, പിഷാരടി ചേട്ടായി. ഇവര് 4 പേരും മതി. ഇതിന് മെയിനായിട്ട് നോബിയണ്ണ ഇരുന്ന് ഓരോ കഥകൾ പറയും. അങ്ങനെ അങ്ങോട്ട് വേണം. അങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഞാൻ നോബിയണ്ണ ഓരോന്നും പിടിച്ചിട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ നോബിയണ്ണ ചെന്ന് പറഞ്ഞേ അണ്ണ എന്നെ കാണാൻ വിജയം കണക്കുണ്ടല്ലേ, നോബിയണ്ണ നോക്കിയിട്ട് കഴക്കൂട്ടം വിജയം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നോക്കും. നല്ല രസമാണ്. ആ സെറ്റ് ഒരു ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ?